പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ കൂടെ പുതിയ കുറച്ച് കാര്യങ്ങളോടും പറയാണ്. മുഴുവൻ ക്ലാസ്സും ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും അനാട്ടമിയിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫിസിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ നിന്ന് തരാം. പിന്നെ ബാക്കി പവർ പോയിന്റും അതേപോലെ സ്റ്റഡി മെറ്റീരിയലും അയച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ദാറ്റ് ഈസ് ലെക്ചർ 2. ചിലപ്പോൾ ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് എന്താണ് സിസ്റ്റോലിത്ത്. ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്തിട്ടുണ്ടാവും. സിസ്റ്റോലിത്ത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. സിലിക്കൺ സാൾട്ട്സ് ആർ ഓഫൻ ഡെപ്പോസിറ്റഡ് ഇൻ ദ സെൽ വാൾ ഓഫ് ഗ്രാസസ്. സിസ്റ്റോലിത്സ് വിച്ച് ആർ ഇന്റേണൽ ഔട്ട്ഗ്രോത്ത് ഓഫ് ദ സെൽ വാൾ ഒക്കേഴ്സ് ഇൻ മെനി പ്ലാന്റ്സ്. അല്ലേ, ഇതിപ്പോ ചില പ്ലാന്റിൽ ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ ആൽമരത്തിലൊക്കെ ഉള്ള പർട്ടിക്കുലർ സ്ട്രക്ചർ ആണ്, ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഗ്രോത്ത് ആണ്. എക്സാമ്പിൾ ഫൈക്കസ് ആൽമരത്തിലൊക്കെ ഉള്ളതാണ്. കാൽഷ്യം കാർബണേറ്റ് ആയിരിക്കും ക്രിസ്റ്റൽ പ്രസന്റ് ഇൻ സാക്സ്. ഇങ്ങനെ ഒരു സാക്കിലെ ഒരു കുഴിയിലായിരിക്കും ക്രിസ്റ്റൽ ഉണ്ടാവുക. ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് അതൊന്ന് മാത്രം പറഞ്ഞു തരണം. നെക്സ്റ്റ് വൺ, സെൽ ഇൻക്ലൂഷൻസ്. ഇത് ഞാൻ എല്ലാം പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. സെല്ലിലുള്ള പ്രധാനപ്പെട്ട ഇൻക്ലൂഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. റിസർവ് മെറ്റീരിയൽ, മെറ്റബോളിക് ആൻഡ് സെക്രട്ടറി മെറ്റീരിയൽ, മിനറൽസ്. ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട റിസർവ് സെൽ ഇൻക്ലൂഷനിലെ റിസർവ് മെറ്റീരിയൽ. ദെൻ റിസർവ് ഫുഡ്. എന്താണ് റിസർവ് ഫുഡ്? സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ്, എല്യൂറോൺ. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട റിസർവ് ഫുഡാണ്. നോട്ട് അടക്കം ഞാൻ പറഞ്ഞതല്ലോ, നിങ്ങൾ നോക്കിയാൽ മതി. ഡീറ്റെയിലേക്ക് പോകാൻ സമയമല്ല. ദെൻ മെറ്റബോളൈറ്റ് ആൻഡ് സെക്രട്ടറി പ്രൊഡക്റ്റ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കും. സെൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. എസെൻഷ്യൽ ഓയിൽ, ആൽക്കലോയിഡ്, റെസിൻസ്. ചിലപ്പോൾ സെപ്പറേറ്റ് ആൽക്കലോയിഡ് എന്താണെന്ന് ചോദിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ നോട്ട് എടുത്ത് പഠിച്ചിട്ട് എഴുതാം. ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി ഞാൻ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് പ്ലാന്റ് ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സേ വരെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്കറിയാം, മൊത്തത്തിൽ പ്ലാന്റിന്റെ ടിഷ്യൂവിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് പെർമനന്റ് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടിഷ്യൂ ആണ്. That is, cell are capable of cell division. Mature cells are incapable of cell division. അതേസമയം പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്യൂല, പകരം അത് ഡിഫറെന്റ് ഫംഗ്ഷൻ നിർവഹിക്കും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് അപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പെർമനന്റ് ടിഷ്യൂ ആർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു സിമ്പിൾ ടിഷ്യൂ ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂ. സിമ്പിൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫംഗ്ഷൻ നിർവഹിക്കുന്നതാണ്. കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിരിക്കുന്ന ഫംഗ്ഷൻ നിർവഹിക്കുന്നതാണ്. The complex functions are transport of water and food. Then simple tissues are again classified into parenchyma, collenchyma, sclerenchyma, then chlorenchyma. അതേപോലെ കോംപ്ലക്സ് ടിഷ്യൂസ് ആർ ക്ലാസിഫൈഡ് ഇൻടു സൈലം ആൻഡ് ഫ്ലോയം. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചോണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഞാൻ ഡീറ്റെയിൽ നോട്ട് ഞാൻ തരും. ഓക്കെ, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതല്ലോ, ഒന്നുമില്ല, നേരത്തെ പറഞ്ഞതാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ മറ്റടുത്ത് ഡിവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പിക്കൽ, ലാറ്ററൽ ആൻഡ് ഇന്റർകാലറി. പെർമനന്റ് ടിഷ്യൂ സിമ്പിൾ, കോംപ്ലക്സ്. സിമ്പിൾ ആർ parenchyma, collenchyma, sclerenchyma. Sclerenchyma are again divided into fiber and sclerid. Complex tissues are again divided into xylem, phloem. Xylem ഇത്ര ആൾക്കാരുണ്ട്: trachea, vessel, xylem parenchyma, xylem phloem, xylem fibers and xylem xylem parenchyma. Then phloem are sieve tubes, comparison cell, phloem parenchyma and phloem fibers. Okay, now എന്താണ് അപ്പിക്കൽ മെരിസ്റ്റം? മെരിസ്റ്റംസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഐ ആം നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ, സമയം കിട്ടൂല എന്നുള്ളതുകൊണ്ട്. ദെൻ അപ്പിക്കൽ മെരിസ്റ്റത്തിനെ കുറിച്ച് നോട്ട് ചോദിക്കാൻ ഇവിടെ ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ദെൻ അതേപോലെ ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, എല്ലാ മെരിസ്റ്റത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ ഇനിയിപ്പോ ഓരോന്നിന്റെയും സിമ്പിൾ ടിഷ്യൂന്റെ ഫംഗ്ഷൻ ആണ്. അത് ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്ക്ലീറെൻകൈമ, പാരെൻകൈമ ഓരോന്നുണ്ട്. എല്ലാത്തിന്റെയും കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലേ? കുറച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് തരാം. പെർമനന്റ് ടിഷ്യൂ ഓരോന്നിനെ കുറിച്ചും പറയുന്നുണ്ട്. സിമ്പിൾ ടിഷ്യൂ ആയിരിക്കുന്ന പെർമനന്റ് ടിഷ്യൂ, പാരെൻകൈമ, കൊളെൻകൈമ, സ്ക്ലീറെൻകൈമ, അതിന്റെ ഫംഗ്ഷൻസ് പഠിച്ചിരിക്കണം. എസ്ഐ ചോദിക്കും. സ്ക്ലീറെൻകൈമ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് നോക്കാം, നോക്കി പഠിക്കാം. കൊളെൻകൈമ മെക്കാനിക്കൽ ടിഷ്യൂ ആണ്, പാരെൻകൈമ സ്റ്റോറേജ് ടിഷ്യൂ ആണ്, സ്ക്ലീറെൻകൈമ മെക്കാനിക്കൽ ആൻഡ് സപ്പോർട്ടിംഗ് ടിഷ്യൂ ആണ്. ഓക്കെ, സ്ക്ലീറെൻകൈമ ചിലപ്പം സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ആഡ് ദിസ് പോയിന്റ്. എന്തൊക്കെയാണ്? സ്ക്ലീരിഡ്സ്, ഫൈബേഴ്സ്. സ്ക്ലീരിഡ്സ് എന്ന് പറഞ്ഞാൽ ബ്രാക്കി സ്ക്ലീരിഡ്സ് ഉണ്ട്, മാക്രോസ്ക്ലീരിഡ്, ഓസ്റ്റിയോസ്ക്ലീരിഡ്, ആസ്റ്റെറോസ്ക്ലീരിഡ്സ്, ട്രൈക്കോസ്ക്ലീരിഡ്സ്. ദെൻ ഫൈബേഴ്സ്, ciliary fibers and extraciliary fibers, fiber tracheids, then librariform fibers and phloem fibers, etc. അപ്പോൾ ചിലപ്പോൾ സ്ക്ലീറെൻകൈമ സെപ്പറേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ആഡ്. ദെൻ കോംപ്ലക്സ് ടിഷ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈലം, ഫ്ലോയം ആണ്. സൈലത്തിനെ കുറിച്ചുള്ള പോയിന്റ്സ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ കോംപ്ലക്സ് ടിഷ്യൂ, ഫ്ലോയം. ഓക്കെ, കോംപ്ലക്സ് ടിഷ്യൂവിന്റെ ഡിഫറെന്റ് ആയ പാർട്ട്: ട്രക്കിഡ്, വെസൽ, സൈലം, ഫൈബേഴ്സ് ആൻഡ് phloem, sieve elements, companion cell, phloem parenchyma and phloem fibers.
ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് ഇത്രയാണ് നമ്മളെ ടിഷ്യൂസ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് അനാട്ടമിയാണ്. ഡൈക്കോട്ടും മോണോക്കോട്ടിന്റെയും അനാട്ടമിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. ഈ ക്യാരക്ടേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും ഡൈക്കോട്ട് സ്റ്റെമും മോണോക്കോട്ട് സ്റ്റെമും തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ സ്ട്രക്ചർ ഞാൻ ഇവിടെ പറയാം. ഓക്കെ, അനാട്ടമിക്കൽ ക്യാരക്ടേഴ്സ്, റൂട്ട് സ്റ്റെമ്മിന്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സ്ട്രക്ചറും ഇവിടെ പറയാം. ഓക്കെ, ഫൈബേഴ്സ്. ഓക്കെ, ടിഷ്യൂസിന്റെ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ 2 സ്ലൈഡും കൂടെ കയറിപ്പോയതാണ്, സോറി. ഓരോ ടിഷ്യൂസിന്റെയും ഡീറ്റെയിൽ ആയ നോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാരങ്കീമ, കൊളങ്കീമ, സ്ക്ലീറങ്കീമ, സ്ക്ലീറിഡ്സ്, ട്രക്കീഡ്സ് എല്ലാം ഇത് വേണം നിങ്ങൾ നോക്കി പഠിക്കാം. ഓരോന്നിന്റെയും ക്യാരക്ടേഴ്സ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ചാർട്ടാണ്. ദെൻ ഏറങ്കീമ ചിലപ്പം പരീക്ഷ ചോദിക്കും. ഏറങ്കീമ എന്താണെന്നുള്ളത് ഒരു മാർക്കിന്. ഏറങ്കീമ പാരങ്കീമ വിച്ച് കണ്ടെയ്ൻ എയർ ഇൻ ഇറ്റ്സ് ഇന്റർസെല്ലുലാർ സ്പേസ്. ഇറ്റ് ഹെൽപ്പ് ഇൻ എയറേഷൻ ആൻഡ് ബോയൻസി. എക്സാമ്പിൾ നിംഫിയേസിയ ആൻഡ് ഹൈഡ്രില്ല. പാരങ്കീമയുടെ ഫങ്ഷൻസ്. ഓക്കെ, പ്രോസങ്കീമ എന്താണ്, ദെൻ സ്റ്റോറേജ് പാരങ്കീമ എന്താണെന്നൊക്കെ ചോദിക്കും. ദെൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിനെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ദെൻ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പെർമനന്റ് ടിഷ്യൂ തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് കോംപ്ലക്സ് ടിഷ്യൂസിന്റെ സ്ട്രക്ചേഴ്സ്. നോക്കാം നിങ്ങൾക്ക്. സെക്കൻഡറി വാൾ തിക്കനിങ്, ട്രക്കീഡ്സ് ആൻഡ് വെസൽ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലോയം എലമെന്റ് ആൻഡ് ഫൈബർ. ഓക്കെ, ഇതാണ് സ്ക്ലീറിഡ്സിന്റെ സ്ക്ലീറങ്കീമയുടെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ഇനി ഞാൻ നേരത്തെ സ്ലൈഡ് ഇട്ടിട്ടുണ്ടായി, ദാറ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് അനാട്ടമി, ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട്. അത് ചോദിക്കുകയാണ്, ഈ ക്യാരക്ടർ പറയണം. അതിന്റെ പുറമെ ഞാൻ നേരത്തെ അവിടെ കാണിച്ചിരിക്കുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് സ്റ്റെം നിങ്ങൾ പറയാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഡൈക്കോട്ടും മോണോക്കോട്ടും തമ്മിൽ വ്യത്യാസം നോക്കൂ. നിങ്ങൾ ഡൈക്കോട്ട് സ്റ്റെമ്മിലാണെങ്കിൽ അതിന് വളരെ സ്ട്രോങ് ആയിരിക്കുന്ന സൈലം സ്ട്രക്ചർ ഉണ്ടാവും. ബട്ട് ഹിയർ യു ക്യാൻ സി ഓൺലി ദ സ്കാറ്റേർഡ് സൈലം ആണ്. ഇതിന്റെ ഡിഫറൻസ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, നോക്കൂ, ഇവിടെ തന്നെ അത് വീണ്ടും എടുത്തു കൊടുത്തിട്ടുണ്ട്. ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് സ്റ്റെമ്മിലെ വ്യത്യാസം. ക്യാരക്ടേഴ്സ്, ഹൈപ്പോഡെർമിസ്. ഡൈക്കോട്ടിൽ കൊള്ളങ്കൈമാറ്റസ് ആണെങ്കിൽ മോണോക്കോട്ടിൽ സ്ക്ലെറങ്കൈമാറ്റസ് ആണ്. ഗ്രൗണ്ട് ടിഷ്യൂ ഡിഫറൻഷിയേറ്റഡ് ഇൻടു കോർട്ടെക്സ്, എൻഡോഡെർമിസ് ആൻഡ് പെരിസൈക്കിൾ. നോട്ട് ഡിഫറൻഷിയേറ്റ് ബട്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് മാസ് ഓഫ് പാരങ്കൈമ. 3 സ്റ്റാർച്ച് പ്രസന്റ് ആണ്, ഇവിടെ ആബ്സെന്റ് ആണ് മോണോക്കോട്ടിൽ. 4 മെഡുലറി റേസ് പ്രസന്റ് ആണ്, ഇവിടെ ആബ്സെന്റ് ആണ്. വാസ്കുലർ ബണ്ടിൽ കൊളാറ്ററൽ ആൻഡ് ഓപ്പൺ, കൊളാറ്ററൽ ആൻഡ് ക്ലോസ്ഡ് ആണ് മോണോക്കോട്ടിൽ. അറേഞ്ച്ഡ് ഇൻ റിംഗ്, മറ്റൊരു സ്കാറ്റേർഡ് ഇൻ ഗ്രൗണ്ട് ടിഷ്യൂ. സെക്കൻഡറി ഗ്രോത്ത് ഒക്കേഴ്സ്, മറ്റൊരു സെക്കൻഡറി ഗ്രോത്ത് യൂഷ്വലി ഡസ് നോട്ട് ഒക്കർ. ഓക്കെ, ഇത് ഡൈക്കോട്ടിന്റെ റൂട്ടാണ്. ദെൻ ഡൈക്കോട്ട് ലീഫ്, മോണോക്കോട്ട് ലീഫ്. ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് എന്തെങ്കിലും എഴുതിയിട്ട് അതിന്റെ ഡിഫറൻസ് പറഞ്ഞു കൊടുക്കണം. ഡിഫറൻസ് എന്താണെന്നുള്ളത് ഇവിടെ പറയാം. ഓക്കെ, ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ നോട്ട്സ് വേണമെങ്കിൽ ഞാൻ തരാം. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതെന്നെങ്കിലും എടുത്ത് വരച്ചു വെക്കും. ദെൻ അതിന് പറയാനുള്ളതെന്ന് വെച്ചാൽ സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് ആണ് സെക്കൻഡറി ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്ത് നമുക്കറിയാം. നോർമലി സെക്കൻഡറി ഗ്രോത്ത് ഇങ്ങനെയാണ് നടക്കുക. സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട് സ്റ്റെം, സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട് റൂട്ട്. അപ്പോൾ മിനിമം ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഓർത്ത് വെക്കണം. ദ കാമ്പിൾ റിംഗ് ഫോംഡ് ഇൻ സർക്കുലർ ഇൻ ക്രോസ് സെക്ഷൻ ഓഫ് ഫോമിംഗ് ബിഗിനിങ്. ദ കാമ്പിൾ റിംഗ് ഈസ് പാർഷ്യലി, ഇത് ഈ ക്യാരക്ടർ തന്നെയാണ് ഓൾമോസ്റ്റ് മോണോക്കോട്ടിലുള്ളത്. മോണോക്കോട്ടിന്റെ പ്രത്യേകത അവിടെ കാമ്പിയം ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. ഡൈക്കോട്ട് റൂട്ടിൽ കുറച്ചുകൂടിയും ഡൈക്കോട്ട് സ്റ്റെമ്മിനെ പോലെ തന്നെ സെക്കൻഡറി ഗ്രോത്ത് നടക്കും. സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. പ്രൈമറി സ്ട്രക്ചർ, പ്രീ സ്ട്രക്ചർ ഓഫ് സെക്കൻഡറി ഗ്രോത്ത്, സെക്കൻഡറി. ഇത് തന്നെ നിർബന്ധമായിട്ട് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, സെക്കൻഡറി ഗ്രോത്തിൽ. ഇനി അനാട്ടമിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോക്കോട്ട് സ്റ്റെം. ഓക്കെ, ഇത് ഓരോ പോയിന്റും വളരെ ക്ലിയർ ആയി നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ്, അപ്പം ഡൈക്കോട്ട് സ്റ്റെം എന്താണ്, ഡൈക്കോട്ട് റൂട്ട് എന്താണ്, ഡൈക്കോട്ട് ലീഫ് എന്താണ്, മോണോക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് ലീഫ്. അതിന്റെ മൂന്നിന്റെയും ക്യാരക്ടേഴ്സ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാനുള്ള അനോമൽ സെക്കൻഡറി ഗ്രോത്ത് ഇൻ ബൊറേവിയ. ചിലപ്പോൾ അത് പരീക്ഷയ്ക്ക് എസ്സേ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചിത്രം വരയ്ക്കുക, ഈ പോയിന്റ് എന്തെങ്കിലും എഴുതി വെക്കുക, ഏറ്റവും മിനിമം. A new cambium then arises by the joining of secondary parenchyma cell laying opposite to the phloem. This cambial ring also behaves similar to the previous cambium. It produces secondary xylem. ഇത് ആ പറഞ്ഞ പോയിന്റുകൾ മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ബൊറേവിയനെ ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് സിലബസ് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ആഡ്. ഇതാ ഈ സ്ട്രക്ചർ കൂടി നിങ്ങൾ വരച്ചു വെക്കാം. ഈ പോയിന്റ് കൂടിയും അതിന്റെ കൂടെ ആഡ് ചെയ്ത് വെക്കാം. എന്താണ് പോയിന്റ്? Phellogen is initiated in hypodermal region. Phellogen produces phloem toward the outer side and phelloderm toward the inner side. ഇതൊക്കെയാണ് സാധാരണയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഡിഫൈൻ പ്ലാസ്മോഡെസ്മാറ്റ, ഡിഫൈൻ അഡ്ഗാസ്റ്റിക് സബ്സ്റ്റൻസ്, വാട്ട് ഈസ് ഹിസ്റ്റോളിസ്, ഡിഫൈൻ സ്റ്റാർച്ച് ഗ്രെയിൻ, വാട്ട് ഈസ് alveolar layer, write an account on secondary substance, explain storage products, write an account on function of simple tissue, explain clades and fibers, what is parenchyma. Essay type question, write an account on meristematic tissue, explain simple tissues, explain complex tissue. സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഇനി അടുത്തത് നമ്മൾ പറയാനുള്ളത് ഫിസിയോളജിയുടെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്.
അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ആണ്. മൈക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, അൺക്ലാസിഫൈഡ് മിനറൽസ്. സാധാരണ ഉള്ള മൈക്രോ ന്യൂട്രിയൻസിന്റെ ലിസ്റ്റ് ഇതാണ്. ഈ ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ എസ്സേ വരെ ആയിട്ട് എഴുതി വെക്കാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മാഗ്നീഷ്യം ആൻഡ് സൾഫർ. ഓക്കെ, then micronutrients: iron, manganese, copper, molybdenum, zinc, boron, chlorine and nickel. Okay, then unclassified, ഇതുവരെ ക്ലാസിഫൈ ചെയ്യാത്ത ഒരു ടൈപ്പ് കാറ്റഗറി മിനറൽസ് കൂടി ഉണ്ട്. ഇതൊക്കെ ഒരുപാട് പറയേണ്ടതാണ്, പക്ഷെ ഇപ്പൊ തൽക്കാലം ഇത്ര പറയാനേ നമുക്ക് സമയം ഉണ്ടാവും. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് നൈട്രജൻ ഫിക്സേഷൻ ആണ്. എയറോബിക്, അനഎറോബിക്, ഓട്ടോസിന്തറ്റിക്, കീമോസിന്തറ്റിക്, ഫ്രീ ലിവിംഗ്, ഫംജി, സയനോബാക്ടീരിയ. സാധാരണ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ എക്സാമ്പിൾ ആയിട്ട് ചിലപ്പോൾ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് എസ്സേ ചോദിക്കുകയാണെങ്കിലും ചെറിയ നോട്ട് ചോദിക്കുകയാണെങ്കിലും ഒക്കെ ഇത് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതേപോലെ വേറൊരു ക്വസ്റ്റൻ ചോദിക്കാനുള്ള വെച്ചാൽ എന്താണ് എയറോപോണിക്സ്, ഹൈഡ്രോപോണിക്സ് എന്താണ്, എയറോപോണിക്സ് എന്താണ്? ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് വാട്ടർ ഇല്ലാതെ കൃഷി ചെയ്യുന്നതിനാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയാം. ഇതാണ് വാട്ടർ ഇല്ലാതെ ഒരു ചെറിയൊരു ട്രേയിൽ ന്യൂട്രിയൻസ് ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിൽ നമുക്ക് പ്ലാന്റ് വലിച്ചെടുക്കുന്ന സംഭവത്തിനെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ മെക്കാനിസം ഓഫ് growing plants in a tray which contain macro and micronutrients. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ദെൻ ഇത് എയറോപോണിക്സ് ആണ്. ഒന്നുമില്ല, എയറേറ്റ് ചെയ്യാൻ ന്യൂട്രിയൻസ് നമ്മൾ എയറേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഓക്കെ, സ്പ്രേ ചെയ്യാണെന്ന് പറയാം. സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ് കൾട്ടിവേഷൻ ഇസ് കോൾഡ് എയറോപോണിക്സ്. ഇനി നൈട്രജൻ ഫിക്സേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് രീതിയിലാണ്, ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ. നോൺ ബയോളജിക്കൽ ഇൻഡസ്ട്രിയൽ ആവും, ലൈറ്റിംഗ് ആവും. ബയോളജിക്കൽ നോൺ സിംബയോട്ടിക്, സിംബയോട്ടിക്, ലെഗ്യൂം, നോൺ ലെഗ്യൂം. ഈ 3 കാറ്റഗറിയിലാണ് സാധാരണ നടക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ പിന്നെയും പറയാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഫോട്ടോസിന്തസിസ് ആണ്. അത് ഫോട്ടോസിന്തസിന്റെ ഡീറ്റെയിൽ ആയിരിക്കുന്ന വീഡിയോ ഞാൻ തന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. C3 പ്ലാന്റും C4 പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി C3 പ്ലാന്റ് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതിയാൽ മതി. ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. C4 പ്ലാന്റ് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടേഴ്സ് എഴുതിയാൽ മതി. ദെൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, അതിന്റെ വീഡിയോ ഞാൻ തന്നിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ചിത്രം വരച്ചു നോക്കുക. അതില്ലെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ് മാത്രം എഴുതിക്കുക. പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഇതാണ് നമ്മൾ ഈ പറയുന്ന കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോ. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതി വെച്ചാലും കാൽവിൻ സൈക്കിളിന്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പലപ്പോഴും പരീക്ഷയ്ക്ക് വേറെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് റുബിസ്കോ. എന്താണ് റുബിസ്കോ? റുബിസ്കോ എന്ന് പറഞ്ഞാൽ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ്. ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഫൗണ്ട് ഇൻ ദ എർത്ത്. ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് 16% ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് പ്രോട്ടീൻ. ഇറ്റ് ആക്ട് ആസ് എ കാർബോക്സിലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജനേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. രണ്ട് ഫോമിൽ ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബേസിലും കാർബോക്സിലേസ് ആയിട്ടും, ഓക്സിജന്റെ ബേസിൽ ഓക്സിജനൈസ് ആയിട്ടും വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ പിഗ്മെന്റ് കാര്യമാണ്. പലതരത്തിലുള്ള പിഗ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഇത് ക്ലോറോഫിൽ ആണ്, ഇത് സാന്തോഫിൽ ആണ്, ഇത് കാരോട്ടിൻ ആണ്. പിഗ്മെന്റ്സ് മാറുന്ന ഒരു ടൈപ്പ് ഞാൻ കാണിച്ചതല്ലോ. ക്ലോറോഫിൽ, ല്യൂറ്റിൻ എന്ന് പറയാ. യെല്ലോ പിഗ്മെന്റ് നമ്മൾ പറയുന്ന പേര് ല്യൂറ്റിൻ എന്നാണ്, റിമെമ്പർ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ക്യാം സൈക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രാസുലേസിൻ ആസിഡ് മെറ്റബോളിസം. ഇത് ഈ ചിത്രം വരച്ചു വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ പിഗ്മെന്റ്സ്, പല ടൈപ്പ് പിഗ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്ലോറോഫിൽ, കരോട്ടിനോയിഡ് ആൻഡ് ഫൈക്കോവിലിൻ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ഡയറക്റ്റ് ആൻഡ് അക്കൗണ്ട് ഓൺ പിഗ്മെന്റ്സ്. ഇത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണ്. ഇത് C4 സൈക്കിൾ ആണ്. ഇത് പിഗ്മെന്റിന്റെ സ്ട്രക്ചർ ആണ്. ഇത് ക്ലോറോപ്ലാസ്റ്റിന് ചിലപ്പോൾ ചോദിക്കും. നിങ്ങൾ ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. ഓക്കെ, ഇത് അതേപോലെ തന്നെ യു ക്യാൻ സീ ദ ഫോട്ടോ റെസ്പിറേഷൻ, ദാറ്റ് ഈസ് C2 സൈക്കിൾ ആണ്. ഇത് നോൺ സൈക്ലിക് ആണ്. ഇതൊക്കെ വേണമെങ്കിൽ ഇത് മാത്രം നിങ്ങൾ വരച്ചു വെച്ചാലും യു ക്യാൻ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, ഇത് കെമി ഓസ്മോട്ടിക് തിയറി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ വായിച്ചാലും ഇത് നിങ്ങൾ വരച്ചു വെച്ചാൽ വളരെ നന്നായി നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒന്നുമില്ലെങ്കിൽ ഇത് തന്നെങ്കിലും വരച്ചു വെക്കുക. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ടോപ്പിക്. ഇനി ഒരുപാട് കാര്യം ഇതിൽ പറയാനുണ്ട്. ഇതിന്റെ പുറമെ ഞാൻ ഏകദേശം 7ഓളം യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് തരാം. അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ അനാട്ടമിയുടെയും ഫിസിയോളജിയുടെയും വളരെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും എന്തെങ്കിലും ആവശ്യം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അതും ചെയ്തു തരാൻ തയ്യാറാണ്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് വിഷസ്.